ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ, ഞാനിന്നൊരു സന്തോഷകരമായൊരു കാര്യമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഞാൻ ജയരാജൻ കുറുവത്ത് വസ്തുവീട് ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഗുരുവായൂരപ്പനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ വർഷത്തെ പിറന്നാൾ, അതായത് 61ാം പിറന്നാളിന് ഞാൻ ഗുരുവായൂരമ്പലത്തിൽ പോയി. ഞാൻ ഒറ്റയ്ക്ക് അവിടെ നാട്ടിലുള്ള വൈഫും മക്കളൊക്കെ ഗൾഫിലാണ്. അപ്പോൾ അന്ന് ഞാൻ നാട്ടിലുള്ള സമയം പിറന്നാൾ ഗുരുവായൂരമ്പലത്തിൽ കൂടാമെന്നുള്ളൊരു കണ്ടീഷനിൽ ഞാൻ അങ്ങനെ ഗുരുവായൂരമ്പലത്തിൽ പോയിട്ട് വരിയിൽ നിന്ന് തോറ്റു. വരി നിന്ന് ഏറ്റവും അവസാനത്തെ സെക്ഷനിലാണ് ഞാനും കുറച്ച് പിന്നെ പാലക്കാട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ എനിക്കാണെങ്കിൽ കണ്ണിന് കാഴ്ച കുറവാണ്. 2 കണ്ണും ഉണ്ടെങ്കിലല്ലേ നമുക്ക് സൂക്ഷ്മമായിട്ട് കാണാൻ പറ്റുള്ളൂ. ഭഗവാന്റെ അടുത്തെത്തിയപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് കയറിക്കെന്ന് പറയുന്നവർക്ക് അമ്പലത്തിൽ നിന്ന് അവർ ഡ്യൂട്ടി കഴിഞ്ഞ് പോകേണ്ട സമയമായ തിരക്കാണ്. അവർ എൻ്റെ കൂടെയുള്ളതൊക്കെ ഈ പാലക്കാട്ടായ വയസ്സായ ആൾക്കാർ. അവരോടൊന്ന് ചോദിച്ചിട്ട് അവർ പറഞ്ഞില്ല. അവസാനം എന്നോട് ചേട്ടാ വരി കഴിയാറായ ഇനി എന്തോരുണ്ട് വരി എന്നൊക്കെ ചോദിക്കണ്ടേ. അപ്പം ഞാൻ അവരെ നോക്കേ വേണ്ട ഭഗവാനെ നോക്കേ വേണ്ടതെന്ന് വെച്ചിട്ടുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. എന്നാലും ഞാൻ അവരോട് കഴിയാറായി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭഗവാനെ വളരെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് എനിക്ക് വിശപ്പല്ല, കുറേ നേരം വരിയിൽ നിന്ന് ടയേർഡായാലും ഭഗവാനെ കാണാൻ പറ്റുന്നില്ല. ആ വിളക്കനെ കാണുന്നത് ഇങ്ങനെ പതറിയിട്ടാണ് കാണുന്നത്. എന്നാലും ഞാൻ ഭഗവാനെ എനിക്ക് ഇത്ര നേരം കാത്തു നിന്നിട്ട് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ടായിരുന്നു എനിക്ക്. എന്നിട്ട് ഞാൻ പുറത്ത് കടന്ന് പോന്നു. അന്ന് ഭഗവതിയുടെ ഒക്കെ അവിടെ തൊഴുത് പുറത്തേക്ക് കടന്ന് പോന്നു. എന്നിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ആകെ വിഷമമായി. അന്ന് എനിക്ക് ശരിക്കും ദർശനം കിട്ടിയില്ലല്ലോ. പിന്നെ 4 മണി വരെ നിന്നാൽ നമുക്ക് 60 വയസ്സായ കാരണം നമുക്ക് വേറെ സ്പെഷ്യൽ വരിയുണ്ട്, അതികൂടെ പോവുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ട ഞാൻ ഉച്ചയ്ക്ക് വീട്ടിലൊന്ന് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഫോൺ വന്നു. അതിൻ്റെ ഒരു ഫേസ്ബുക്ക് സുഹൃത്താണ്. മൊറയൂർ, പെരിന്തൽമണ്ണ ഭാഗത്തുള്ള മൊറയൂരുള്ളൊരു അജിയൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഗുരുവായൂർ എത്തിയിട്ടുണ്ട്, ഇന്ന് വരണുണ്ടോയെന്ന് ചോദിച്ചു. അയ്യോ, ഞാൻ അവിടുന്ന് പോകുന്നുള്ളപ്പോൾ ഇനി വന്നാൽ എനിക്ക് കണ്ണിന് ബുദ്ധിമുട്ടാണ്, സന്ധ്യയില്ലേ, ഇനിയിപ്പോൾ നമുക്ക് ഈ രാത്രി വണ്ടി ഓടിച്ചിങ്ങോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞിട്ട് അന്ന് ചേട്ടൻ ഒരു കാര്യം ചെയ്യേ. ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് പകൽ തന്നെ വന്നിട്ട് വരിയിൽ നിന്നിട്ട് എനിക്ക് തൊഴാൻ പറ്റിയില്ല, എനിക്ക് ഭയങ്കര വിഷമമായി എന്ന് പറഞ്ഞു. ചേട്ടൻ വിഷമിക്കേണ്ട, ഞാൻ ഇവിടെ നിന്നത് നടക്കിലാണ് ഞാൻ നിൽക്കുന്നത്. നടക്കിൽ എന്ന് പറഞ്ഞാൽ പുറമെ വലിയ വിളക്കിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഞാൻ ചേട്ടന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഓൺ ചെയ്തിട്ട് ക്യാമറയിലൂടെ എനിക്കങ്ങനെ അകത്തെ ആ ഒരു വിളക്ക് തന്നെ കാണാൻ പറ്റുള്ളൂ. അത് കാണിച്ചു തന്നു. അവന് എന്നോടുള്ളൊരു സ്നേഹത്തിൻ്റെ ഇതിൽ അവൻ ചെയ്തതാണത്. എനിക്ക് വളരെ സന്തോഷമായി. അവിടെ നിന്നിട്ട് ആ വിളക്ക് ഒന്നുകൂടി കാണാൻ പറ്റിയില്ല എന്നുള്ളതിൽ അത് മനസ്സിലങ്ങനെ കിടന്ന് ഞാനന്ന് രാത്രി കിടന്ന് ഉറങ്ങിയിട്ട് എൻ്റെ മകളുണ്ട് ഐതിക. അങ്ങനെ ഞാൻ ഐതികയുമായിട്ട് ഒരു കടപ്പുറം പോലെ, അതായത് നല്ല പൂഴിമണ്ണിലിരുന്നിട്ട് കളിക്കുകയെന്ന് പറഞ്ഞാൽ മണ്ണുകൊണ്ട് ഇങ്ങനെ വരമ്പുണ്ടാക്കിയിട്ട് അങ്ങനെ ഇത് ഗുരുവായൂർ അമ്പലമാണ്. അതിൻ്റെ ഉള്ളിൽ മൂപ്പരിയിരിക്കുകയാണ്. ഇത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ചുറ്റുള്ള മതിലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ മണ്ണിങ്ങനെ കൂട്ടിയിട്ട് ഒരു മതിൽ പോലെ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് ഈ ഐതുമോളും അതിലിരുന്നിട്ട് കളിക്കുകയാണ്, ഞാൻ അടുത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ണൻ വന്നിട്ട് ഐതുമോളുടെ കൂടെ. കണ്ണൻ നീല കളറൊന്നുമല്ല കേട്ടോ, കണ്ണൻ നല്ല ഗോൾഡ് കളർ, സ്വർണ്ണ കളറിലൊരു കണ്ണൻ ഐതുമോളും കൂടിയിട്ടിരുന്നിട്ട് അവിടെ ഇരുന്ന് കളിക്കുന്നത്. ഒരു പട്ടുകോണം മാത്രമേ ഉള്ളൂ. പിന്നെ ആഭരണങ്ങളെല്ലാതും ഉണ്ട്. തലയിൽ മയിൽപ്പീലിയുണ്ട്, സ്വർണ്ണക്കിരീടം, മാലകളൊക്കെ സ്വർണ്ണ കളറിലുള്ള കണ്ണൻ.
നമ്മൾ കണ്ണനെ നീല കളറ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാർ വർണ്ണനാണല്ലോ കണ്ണൻ. കുട്ടിയാകുമ്പോഴും അതേ ഇതിലാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുക. എന്നാൽ അതല്ല, നല്ല സ്വർണ്ണ കളറിലൊരു കണ്ണനെ കണ്ടു. എനിക്ക് സ്വപ്നത്തിൽ അത് കണ്ടിട്ട് മതിയായില്ല. അത്രയ്ക്കും കുറച്ച് നേരമൊന്നുമില്ല, കുറച്ചധികം നേരം തന്നെ മോളായിട്ടിരുന്ന് കളിക്കുകയാണ് കണ്ണൻ. എനിക്ക് സന്തോഷം കൊണ്ട് അവിടെ നിന്നിട്ട് കണ്ണൊക്കെ നിറയുന്നുണ്ട്. വാക്കുകളൊന്നും പറയാൻ കിട്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഉണർന്ന് ഞാൻ പിറ്റേ ദിവസം തന്നെ അജിക്ക് ഞാൻ മെസ്സേജ് അയച്ചു. അജി, നീ എന്നെ അവിടുന്ന് വിളക്ക് കാണിച്ച് തന്നില്ലേ, ഞാൻ കണ്ണനെ എനിക്കത് കാരണം ശരിക്കും കാണാൻ പറ്റി എന്ന് പറഞ്ഞിട്ട് അജിക്ക് അതിൽ ഭയങ്കര സന്തോഷമായി. ചേട്ടന് വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെയുള്ളൊരു പുണ്യം ചെയ്യാൻ പറ്റില്ല ചേട്ടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗുരുവായൂരപ്പനെ ഞാൻ നേരിൽ ഒരു ദിവസം കണ്ടു. അത്രയ്ക്കും സംതൃപ്തിയായി. എനിക്ക് എന്താണ് വാക്കുകളെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കാർക്കെങ്കിലും ഇതുമാതിരി ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം.